എല്ലാവരും മരണത്തിൻ്റെ രുചി അറിയും, അത് യാതൊരു സംശയമല്ല. പക്ഷെ വളരെ പെട്ടെന്നാണ് പോകുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ് അല്ലേ. പക്ഷെ എന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു ഖത്തറിൽ വെച്ചിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൽ നിന്നാണ് അവനെ പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര ബന്ധമായി, ഭയങ്കര ആത്മാർത്ഥ ബന്ധമായി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോൺടാക്ട് ചെയ്യും, അതുപോലെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് മിനിഞ്ഞാന്ന് വരെ ഞാൻ അവന് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്കൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഷിബിലി മരണപ്പെട്ടിട്ടുണ്ടടാ. ഞാൻ ആ തരിച്ചു. ഷിബിലി പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഏലംകുളത്ത് ടീ ടൈമിൻ്റെ ഷിബിലി. അപ്പോൾ ടീ ടൈമിലാണ് മാനേജറാണ് ഖത്തറിൽ. അപ്പോൾ ഞാനവിടെ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് മറക്കാൻ കഴിയാത്ത കുറേ ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് പോയത്. കാരണം പറയാൻ കാരണം വെച്ചാൽ ഞാനവിടെ റൂമിലിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വന്ന നമുക്ക് സംഭവം കാണിച്ചു തരാം. കാരണം നമ്മളെ വേൾഡ് കപ്പ് കളി കാണാൻ പോയതാണ്. അപ്പോൾ ആ കളി കാണാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഓരോ കളിക്കാരെ കാണണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് റൊണാൾഡിനോനെ കാണാൻ വേണ്ടി ഇങ്ങനെ അവിടെ ഉണ്ട്, ഞാൻ അവിടെ ക്ലബിലുണ്ട്, ഒന്ന് വാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടുന്ന് റൂമിലത്തെ ഒരാളെ കൂട്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോയി സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ ഈ റൊണാൾഡിനോനെ കാണിച്ചു തരാൻ വേണ്ടി എന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ അത്രയും ആത്മാർത്ഥയോടെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ് അത്. കാരണം വെച്ചാൽ നമുക്ക് റൊണാൾഡിനോനെ കാണുന്നു കരുതിയില്ലല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഓരോ സമ്മാനങ്ങൾ തന്നിട്ട് പോയി. കാരണം ഇന്നലെ അവൻ മരിച്ചു. നമുക്ക് അത്രയും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു നമുക്ക് ആരും പരിചയപ്പെടേണ്ടിയിരുന്നില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ആളെ പരിചയപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ആ സങ്കടം വരുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓരോരുത്തരും മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളത് ഓർക്കണില്ല. ഇന്നലെ കേട്ട മുതൽ ഭയങ്കര ഷോക്കായി. ഇന്നലെ ഉച്ചക്ക് 1 മണിക്ക് മരിച്ച് ഇന്ന് രാവിലെ വെളുക്കാൻ കാലം 2 മണിക്ക് 2 മണി 3 മണിയായപ്പോൾ മയ്യത്ത് ഇവിടെ വീട്ടിലെത്തി. രാവിലെ 9 മണിക്ക് മറവുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയൊരു പുണ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജുമുഅന്റെ മുമ്പ് മറവ് ചെയ്യുക എന്നുള്ളതാണ്. പരലോക ജീവിതം സമ്പൂർണ്ണമായിക്കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം അത്രയും സങ്കടം ഉണ്ടായി. കാരണം നമുക്ക് എന്താ പറയാ, ഇങ്ങനെ പറയാന്നിരിക്കാൻ അറിയില്ല. കാരണം ഓരോ മനുഷ്യരും മരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മരിക്കുമ്പോഴേ വല്ലാത്ത സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവൻ്റെ അനിയന് ഇപ്പം അടുത്ത് മരിച്ചിട്ടുള്ളൂ. ഒരു 3 കൊല്ലമായിട്ടുള്ള മരിച്ചിട്ട്. അതും ഇവർ 2 മക്കൾ മാത്രമേ ഉണ്ടാകുന്നു. അപ്പം ഇമ്മയും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു സങ്കടമാണ്. കാരണം ഈ മക്കൾ 2 പോയി. പിന്നെ വേറെ പെൺകുട്ടികളൊന്നുമില്ല. ഈ 2 ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ശിബിരിക്ക് 3 കുട്ടികളുണ്ട്. എന്തായാലും കുറച്ചോനെ അതിലെ പ്രതിഫലം കൊടുക്കട്ടെ, അത്രയോടെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരും സഹായിച്ചിട്ടുണ്ടാവും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. കാരണം നമ്മൾ എന്ത് ചെയ്യുക, മരണത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല.